ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, നമ്മളും ഇവിടെ സുഖമായിരിക്കണു. ഇന്നൊരു റിലാക്സ്ഡ് സൺഡേ, ഒന്നും ചെയ്യാനില്ലാത്ത, അധികം കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാനില്ലാത്തൊരു സൺഡേ ആയിരുന്നു. സോ കുറച്ച് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. മോർണിംഗിൽ തന്നെ മോൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. പഴം വാട്ടിയത് നമ്മൾ ശർക്കരപ്പൊടി ഇട്ടിട്ടാണ് വാട്ടണത്. ഷുഗർ യൂസ് ചെയ്യലില്ല. സോ അവൾക്ക് നോർമലി നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള അപ്പം, ഇഡ്ഡലി, ദോശ, പുട്ട് എല്ലാം കൊടുക്കലുണ്ട്. പക്ഷെ ചില ദിവസങ്ങളിൽ ഇതൊന്നും കഴിക്കൂല. അപ്പം ഞാൻ രണ്ടാമതും പിന്നെ എന്തെങ്കിലുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ പഴം വഴറ്റിയതോ അല്ലെങ്കിൽ പിന്നെ ബ്രെഡ് പൊരിച്ചതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ അതും കഴിക്കൂല. പക്ഷെ ഇന്ന് ഞാൻ ഡയറക്റ്റായിട്ട് തന്നെ പഴം വാട്ടിയതാണ് കേട്ടോ ഉണ്ടാക്കിയത്. അങ്ങനെ അവൾക്കത് കൊടുത്തോളൂ, കുറച്ചൊക്കെ അതിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പൊറാട്ടയും മുട്ടക്കറിയൊക്കെ ആയിരുന്നു. അതൊക്കെ കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ ഞാൻ നിങ്ങളോടൊരു ഗിവ് എവേനെ പറ്റി പറഞ്ഞിട്ടില്ലായിരുന്നോ? ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ 100 സബ്സ്ക്രൈബേഴ്സ് ആവുന്ന സമയത്ത് നമുക്കൊരു ഗിവ് എവേ ചെയ്യാന്നുള്ളത്. ഒരു മിനി ഹാമ്പറാണ് കേട്ടോ വിന്നറിനായിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഓൾറെഡി ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ബോക്സ് ഉണ്ട്. then അതിനകത്ത് ഒരു മിനി ഫ്രെയിം, പിന്നെ ക്ലോ ക്ലിപ്സ്, എന്തെങ്കിലുമൊക്കെ ഒരു ഹെയർ അക്സസറി, പിന്നെ കുറച്ച് നമ്മൾ നല്ല മെമ്മറീസും കാര്യങ്ങളൊക്കെ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ളൊരു ചെറിയ റിംഗ് ആൽബം, പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും മിനി ഫ്രെയിമും ഒക്കെ ഉണ്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് കിട്ടാം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബർത്ത്ഡേക്കോ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുക. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ താഴത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഞാൻ ഷോർട്ട് ഇട്ടുണ്ടല്ലോ അതിൻ്റെ താഴത്തൊക്കെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്താൽ മതി. ജസ്റ്റ് എന്തെങ്കിലും ഹാർട്ടോ എന്തെങ്കിലുമൊക്കെ ഇട്ടാൽ മതി. അതിൽ നിന്നായിരിക്കും നമ്മൾ വിന്നറെ സെലക്ട് ചെയ്യുക. 100 സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോൾ ഇപ്പോഴത്തൊന്നും ഉണ്ടാവുമെന്ന് അറിയത്തില്ല. സോ അങ്ങനെ ദെൻ ഉച്ചയ്ക്ക് ഞാൻ ഒരു തക്കാളിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കുകയാണ് കേട്ടോ. യൂട്യൂബൊക്കെ പരതിയിട്ട് തന്നെ ഞാനും ഉണ്ടാക്കണേ. എൻ്റെ റെസിപ്പിയൊന്നുമല്ല. പേളിമാണിൻ്റെ തക്കാളിച്ചോറ് എന്ന് ആയിട്ട് വേറൊരു യൂട്യൂബർ ഇട്ടിട്ടുള്ള വീഡിയോ, ഇതുപോലെ ഷോർട്ട്സ് വീഡിയോ കണ്ടിട്ട് അത് നോക്കിയിട്ട് ആണ് ഉണ്ടാക്കിയത്. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് എടുത്ത കാര്യങ്ങളും ഒക്കെ പടം കൂട്ടിയിട്ടാണ് ഒരു തക്കാളിച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മളെ റെസിപ്പി ഒന്നല്ലല്ലോ, യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കിയതാണല്ലോ. തക്കാളിച്ചോറ് രസമൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു, കഴിക്കാനൊക്കെ രസമുണ്ടായിരുന്നു. ഈ ലഞ്ച് ബോക്സ് റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് കൂടുതൽ അത് യൂസ് ചെയ്യാൻ പറ്റും, അങ്ങനെ എനിക്ക് തോന്നി. പിന്നെ ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ ടൈം വേണ്ടി വരും. ആക്ച്വലി തക്കാളിച്ചോറ് ഉണ്ടാക്കാൻ കുറച്ച് സമയം മതിയല്ലോ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനം. പക്ഷേ ഷൂട്ടൊക്കെ ചെയ്തുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ കുറേ ടൈം എടുക്കണ പോലെ എനിക്ക് തോന്നിയിട്ടോ. ഓരോ ആംഗിളിൽ നിന്നൊക്കെ എടുത്ത് അത് ഇഷ്ടാവാതെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അങ്ങനെ ലാസ്റ്റ് തക്കാളിച്ചോറ് കഴിച്ചു. ഓക്കെ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാതെ വെറുതെ അങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. ആ സമയത്ത് കുറേ ബേക്കറി അതും ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാവും പിന്നെ ഇതൊക്കെ എത്തുക. പിന്നെ ഈവനിങ്ങിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ടോ, പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ഒന്ന് ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒന്ന് പുറത്തിറങ്ങി. അവിടെ പോയിട്ട് അപ്പോൾ ആ സമയത്ത് ചെറുതായിട്ടൊക്കെ ഒന്ന് മഴയൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ
അപ്പോൾ നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു, ഒരു പാടത്തിൻ്റെ സൈഡൊക്കെ ആയിരുന്നു. അപ്പോൾ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ നമ്മളവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിൽ പോരാ ചെയ്ത് കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ളൂ. താങ്ക് യു. ബൈ. ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം കേട്ടോ.